മാർക്കറ്റിൽ പഴങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, ആനന്ദം തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും പറ്റും എന്ന് തെളിയിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. കൊച്ചിയിലെ ഏലൂർ വ്യവസായ മേഖല വ്യവസായ മലിനീകരണമൊക്കെ ഭയങ്കര ക്രൈസിസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഒറ്റ വീടിൻ്റെ മുകളിൽ 60-ലേറെ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, നിരവധി പച്ചക്കറികൾ. ജാസ്മിൻ മുഹമ്മദ് കുഞ്ഞി ഇവിടുത്തെ മെമ്പറൊക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ. ബ്ലോക്കിലേക്കോ പഞ്ചായത്തിലേക്കോ? നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി. ഇപ്പോ രാഷ്ട്രീയ പ്രാവശ്യം മത്സരിച്ചില്ല? ഇല്ല, മത്സരിച്ചില്ല. എങ്ങനെ ഈ പഴച്ചെടികളൊക്കെ കൊണ്ടുവന്നേ? പഴച്ചെടികളിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് പറിച്ച് കഴിക്കാനായിട്ട് ഒരു പഴച്ചെടി നമുക്ക് മുറ്റത്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നതാണ് ടെറസിൽ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കതൊരു മോട്ടിവേഷനായി. നമുക്കത് സാധിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ 1-ൽ തുടങ്ങി, 2-ൽ തുടങ്ങി, അങ്ങനെ ഇപ്പോൾ എനിക്ക് അതൊരു 10-60ഓളം പഴച്ചെടികളും അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു 7 വർഷത്തിന് മേലെയായി. ആദ്യം വെച്ചത് ഒരു പേര, പിന്നെ ഒരു സപ്പോട്ട, അതാണ് ആദ്യം വെച്ചത്. അതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് വിത്ത് സീഡ് മുളപ്പിച്ച തൈ ആയതുകൊണ്ട് കുറച്ച് അധികം സമയം എടുത്തു അതിൽ ഫലം ഉണ്ടാവാനായിട്ട്. പിന്നെയാണ് നമ്മൾ ലെയർ ചെയ്ത തൈകള്, ബഡ് ചെയ്ത തൈകള് ഒക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് അതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന കണ്ടപ്പോ അങ്ങനെ പിന്നെ അങ്ങനത്തെ തൈകളായി നമ്മള്. അതെ അതെ. നമുക്കൊരത് അതിൽ കഴിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിലൊരു പൂവ് കാണുക അല്ലെങ്കിൽ ഒരു കായ് കാണുക, അത് മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അപ്പൊ ഇപ്പൊ രാവിലെ ഞാൻ എന്ത് തിരക്കിന് എവിടെ പോകാനായിട്ട് നിൽക്കുകയാണെങ്കിലും രാവിലെ ഒന്ന് കയറി ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അതെന്തേ കായ്ക്കാത്ത, എന്തേ പൂക്കാത്ത എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വല്ല പുഴുവ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് കളഞ്ഞ്, അപ്പൊ അത് നമുക്ക് വലിയൊരു എനർജിയാണ് തരുന്നത്. രാവിലെ ഇല്ല, ഞാൻ അങ്ങനെ മരുന്നുകളുടെ പ്രയോഗം ഒന്നും ചെയ്യാറില്ല. ഇത് ഈ വലിയ ഡ്രമ്മിലാണ് കൂടുതലും വെച്ചേക്കണേ അല്ലേ? ഡ്രമ്മ് ഞാൻ ഗ്രാജുവലി പോട്ട് മാറ്റി കൊടുക്കുക ചെയ്യണത്. നമ്മളിപ്പോ തൈ വാങ്ങുമ്പോൾ ചെറിയ കവറിലായിരിക്കും, അതൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റും. അപ്പൊ അതിൽ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ അവര് വേര് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിന് കുറച്ചുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഞാൻ ഏറ്റവും വലിയ പാത്രത്തിലേക്കായിട്ട്. ഇപ്പോ നമുക്ക് ചാമ്പ ഉണ്ട്, പേര, പിന്നെ വിയറ്റ്നാം വള്ളി, പ്ലാവുണ്ട്, മാവുകളുണ്ട്. അതിന്റെയൊക്കെ ഓരോ വെറൈറ്റികളാണ്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അബിയു, സീതപ്പഴം, പിന്നെ നെല്ലി, കശുമാവ്, ഞാവലൊക്കെ തന്നെ 3 വെറൈറ്റി ഞാവലൊക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടായിരുന്നു. അതെ അതെ അതെ. അന്ന് പറമ്പിലായിരുന്നു. അന്ന് പേരയിലൊക്കെ മുകളിൽ കയറി പറിച്ചു തിന്നിരുന്ന ആ ഒരു കുട്ടിക്കാലം ഇപ്പൊ ഇവർക്ക് കയറാൻ പറ്റില്ലെങ്കിലും താഴെ നിന്നാണെങ്കിലും പറിച്ചു തിന്നാലോ മക്കൾക്ക്. വീടിന്റെ മുകളിൽ കയറിയാൽ തിന്നാം. അതെ അതെ. മരുന്നടിക്കലൊന്നും വേണ്ടേ? മരുന്ന് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഒത്തിരി വിളവ് എന്നതിലുപരി ഉള്ളത് നല്ലത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. കാരണം നമുക്ക് അങ്ങനെ വാങ്ങിച്ചു കഴിക്കാമെങ്കിൽ ഒത്തിരി ഫ്രൂട്ട്സുകൾ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ അത് നമുക്കറിയാം ഒരുപാട് വിഷങ്ങൾ അടിച്ചു വരുന്നതായതുകൊണ്ട് നമുക്ക് അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിലുണ്ടാവുന്നത് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഫലം കിട്ടണം എന്നുള്ള ഒരു ചിന്തയിലാണ്. നല്ല വ്യത്യാസമുണ്ട്. ടേസ്റ്റില് നല്ല വ്യത്യാസം. പച്ചക്കറികളാണെങ്കിലും നമുക്ക് കറികൾ ഉണ്ടാക്കിയാൽ വളരെ രുചികരമായിട്ടുള്ള വിഭവമായിട്ട് കിട്ടും. ഈ ചാമ്പ ഇപ്പൊ ഒരു 4 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അത് ഞാൻ നട്ട് 1 വർഷം കഴിഞ്ഞപ്പോ മുതൽ കായ് ഫലം തരുന്നുണ്ട്. അത് ഇത്ര ഒന്നല്ല, നിറയെ കായ ഉണ്ടാവും. ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുകളിലേക്കൊക്കെ പൂക്കൾ വരും, നിറച്ച് കായാവും. ഇത് വയ്ക്കുമ്പോഴേ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? അതിൽ കുമ്മായ ഇട്ട് ഒരാഴ്ച മാറ്റി വെക്കണം. അതിനകത്താണ് നമ്മൾ മണ്ണിൽ ചാണകപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ നമുക്ക് വളങ്ങൾ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ കിച്ചൺ കമ്പോസ്റ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എൻ്റെ കിച്ചൺ വേസ്റ്റ് നമുക്ക് അതും ഒരു പ്രശ്നമാണ്, സ്ഥലപരിമിതി, വേസ്റ്റ് കളയാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കിച്ചൺ വേസ്റ്റ് മുഴുവൻ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ കമ്പോസ്റ്റ് മുഴുവൻ ഇതിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഗ്രാജുവലി മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറിയ പോട്ടായിരിക്കും, അപ്പൊ അതിൽ നമ്മളത് ഫില്ല് ചെയ്ത് നടും. അത് കഴിഞ്ഞ് ഒരു വലുതായി കഴിയുമ്പോൾ അങ്ങനെ മണ്ണ് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വേറെ പോട്ടുകളിലേക്ക്. വേര് പൊട്ടി അങ്ങനെ പ്രശ്നം വരില്ല? ഇല്ല, വേര് പൊട്ടില്ല. അത് നമുക്ക് എടുക്കുമ്പോൾ മൊത്തം
ആ മണ്ണെപ്പടി അങ്ങ് പോരും. ഈ പ്ലാന്റ് എന്താണെന്നറിയോ, ഇത് നമ്മള് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ഒരുപാട് പറിച്ചു തന്നിട്ടുള്ളൊരു സാധനമാണ്. കൊട്ടങ്ങ എന്ന് പറയും, ഞൊട്ടാഞ്ഞൊടി എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇതിന്റെ പേര് ഗോൾഡൻ ബെറി എന്നാണ്. അപ്പൊ ആള് ഭയങ്കര എന്താ പറയാ ഹൈ ഇതിലേക്ക് വന്നു. ഇതിന്റെ ഫ്രൂട്ടിന് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വിലയായി ഫ്രൂട്ടിന്. കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടാണ്, അത് 1 കിലോ ഒക്കെ ആവണമെങ്കിൽ ഒരുപാട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വിലയാണ് ഇപ്പൊ ഈ ഫ്രൂട്ടിന്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കർഷക ഗ്രൂപ്പിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടപ്പോ പതിയെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് നട്ടതാണ്. അതെ, പറമ്പിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചു കൂട്ടിയേക്കണ ഒരു അപ്പൊ ആരോഗ്യ ഗുണങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ അതെ. ഇത് ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ് വാഴയാണ്. ഇപ്പൊ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. അപ്പൊ ഞാൻ ഇലയുടെ ഉപയോഗത്തിന് വേണ്ടി നട്ടതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരെണ്ണത്തില് ഒരു വാഴക്കൊല ഉണ്ടായി. ചെറിയ കൊലയാണെങ്കിലും ഒരു വാഴക്കൊല ഉണ്ടായി. ഇപ്പൊ ദാ അടുത്തതില് കൊല വരുന്നുണ്ട്. അപ്പൊ ഇലക്ക് എന്ന് പറഞ്ഞ് നിർത്തിയത് ഇപ്പോ പഴം കഴിക്കുന്ന ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. എന്തായാലും ചെറിയ പോട്ടിൽ നിന്ന് അവരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്നത് തന്നെ വലിയ ലാഭം. ജാസ്മിൻ ഇതൊക്കെ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവും. നിങ്ങള് കഷ്ടപ്പാടായി എന്നാണ് ജാസ്മിൻ പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞാനാണ്. കാരണം വെച്ചാൽ ശനിയും ഞായറും എനിക്ക് അവധിയാണ്. അപ്പൊ ആ സമയത്ത് ആളെല്ലാം ഇങ്ങനെ നോക്കി വെക്കും എന്തൊക്കെ ചെയ്യാനുള്ളത്, മണ്ണ് നിറക്കുക, അതെല്ലാം എന്റെ ജോലിയാണ്. അതുകൊണ്ട് ബോഡി ഷെയറായില്ലേ? തീർച്ചയായിട്ടും ഒരു അതിനുവേണ്ടി ചെയ്യണേ. അതെ, അല്ല ആൾക്കും എന്തെങ്കിലും ടെൻഷൻ തോന്നിയാ അപ്പം മോളിൽ കയറുക, ഇതൊക്കെ ഒന്ന് പുല്ല് പറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു നടുക. അപ്പൊ ഇറങ്ങി കഴിയുമ്പോ ആള് ഫ്രഷ് ആയി. അതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ശനിയും ഞായറും എനിക്കെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്റെ മാനസികമായിട്ട് ഭയങ്കര സന്തോഷം വരുന്ന ഒരു സംഭവമാണിത്. പിന്നെ ഞാനാണ് കൂടുതലും കമ്പോസ്റ്റിന്റെ ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം റെഡി ആയി കഴിയുമ്പോ ഞാൻ തന്നെ കൊണ്ടുവന്ന് പോട്ടിനകത്തിട്ട് കമ്പോസ്റ്റ് ആക്കി അത് ആയി കഴിയുമ്പോ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നതിന്. അപ്പൊ അതിനുള്ള സപ്പോർട്ട്, മുഴുവൻ സപ്പോർട്ടും ഇയാളുണ്ട്. കാരണം എവിടെ ചെന്നാലും ഏത് നഴ്സറി ചെന്നാലും എന്നോട് പറയും അത് മേടിക്കും, അത് മേടിക്കും, അത് മേടിക്കണം. അപ്പൊ അങ്ങനെ മേടിച്ചാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൂടി ഇപ്പൊ അതൊരു നല്ലൊരു ഇതുപോലെ എനിക്കും കാണുമ്പോ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും രാവിലെ നനക്കും. ഞാനുള്ള സമയത്ത് വൈകിട്ടാണ് നനക്കാറ്. അപ്പൊ വൈകിട്ട് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെറസിന് ഒരു തണുപ്പും കിട്ടും. കാരണം വെച്ചാൽ നമുക്കിപ്പോ രാത്രി ചൂട് കുറവായിരിക്കും. അപ്പൊ ഞാൻ വൈഫിന്റെ അടുത്തും പ്രത്യേകം പറയുന്ന കാര്യം വൈകിട്ട് നനക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ വൈകിട്ട് പ്രോഗ്രാംസുകൾ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൈം രാവിലെയാണ് എനിക്ക് സൗകര്യം. അപ്പൊ ഞാനുള്ളത് നനക്കുന്ന ദിവസം രാവിലെയാണ് നനക്കുന്നത്. ഞാൻ ഇപ്പൊ വൈകിട്ട് അതുപോലെ നനച്ച് ഇത് ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ ഒരാള് രാവിലെ മറ്റേ വൈകിട്ട് നനക്കുന്നുണ്ടപ്പോ അല്ല, ഒരു ദിവസം 2 നേരം നനക്കില്ല. ചില ദിവസങ്ങൾ 2 നേരം നനക്കേണ്ടതായിട്ട് വരും. ചൂട് കൂടുന്തോറും ചിലപ്പോ നമുക്ക് 2 നേരം ഒക്കെ നനക്കേണ്ടി വരും. ചക്ക, മാങ്ങ, ചാമ്പക്ക, പേരക്ക അതിന്റെയൊക്കെ സീസൺ ആണ്. പക്ഷെ എന്നാൽ ഡ്രാഗൺ, സ്ട്രോബെറി അതൊക്കെ സീസൺ കഴിഞ്ഞു. തണുപ്പ് സമയത്തൊക്കെയാണ്. ഇപ്പൊ റംബൂട്ടാൻ അത് കായ്ക്കുന്ന സീസണാണ്. ഇതാണ് എന്റെ ചാമ്പയുടെ വെറൈറ്റികൾ. ഒരു 8 വെറൈറ്റി ചാമ്പയുണ്ട് ഇവിടെ. അതിൽ തായ്ലൻഡിന്റെ തന്നെ 2-3 വെറൈറ്റികളുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ചാമ്പ മുതൽ ഒരു 8 വെറൈറ്റികളും അതിലിപ്പോൾ ഇത് കായ്കളായി നിൽക്കുകയാണ്. ചാമ്പയൊക്കെ ഇപ്പോൾ കായ്ക്കുന്ന സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് കായ്കൾ വന്നു തുടങ്ങി, പൂക്കളും കായ്കളും ഒക്കെ. ഇത് നമ്മുടെ പുതിയ ചാമ്പയിൽ പൂവിട്ടുട്ടോ. അതെ, ഇത് ഫസ്റ്റ് ടൈം കഴിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ ചാമ്പ നമുക്ക് ഈ പോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ടേ? അതെ, ഇതിന്റെ പോട്ട് ചെറുതായി തുടങ്ങി. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡ് ഗ്രീൻ ചാമ്പയാണ്. ഇതില് നല്ല സൈസാവും ചാമ്പക്ക, വലിയ ചാമ്പക്ക ഉണ്ടാവുക. അതിന്റെ തന്നെ അത് കുറച്ച് നീളൻ ടൈപ്പാ. അതിന്റെ കുറച്ച് ഉരുണ്ട ടൈപ്പാണിത്. തായ്ലൻഡ് തന്നെ വെറൈറ്റിയാണ്. അതിൽ കുറച്ച് ഉരുണ്ട ടൈപ്പിലാണ് വരിക. പിന്നെ തായ്ലൻഡ് റെഡാണത്. അതിലിപ്പോൾ കായ് വരുന്നേ ഉള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല റെഡ് കളറിൽ വളരെ നീളത്തിലുണ്ടാവുന്ന ചാമ്പക്കയാണ്. അത് നല്ല വലിയ ചാമ്പക്കയായിരിക്കും. പിന്നെ ഇപ്പുറം ഒരു ആപ്പിൾ ചാമ്പ, അതും പൂവിട്ട് വരുന്നേ ഉള്ളൂ ഇപ്പോൾ. അതിലും ശരിക്കും ആപ്പിളിൻ്റെ ഷേപ്പിലാണ് ആ ചാമ്പക്ക. ആപ്പിളിൻ്റെ കളറും ഷേപ്പും ഒക്കെ ആപ്പിളിൻ്റെ ഒരു മോഡലാണ്. പിന്നെ അത് അറിയാം, ഒരു പിങ്ക് കളർ പൂ മുറ്റം നിറയെ വീണ് കിടക്കുന്ന ഒരു ചാമ്പ കണ്ടിട്ടില്ലേ പല വീടുകളിലും? ആ ചാമ്പേൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പക്ഷെ അത് കായ്ച്ചിട്ടില്ല ഇതുവരെ, പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇത്രയധികം ചാമ്പക്കേണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? ചാമ്പക്ക പിള്ളേര് തന്നെ കഴിക്കും, ഞാനും കഴിക്കും, ഞങ്ങൾ മൊത്തം കഴിക്കും. ഇഷ്ടമാണ്. അപ്പൊ നമ്മളിപ്പൊ ഞാൻ നനക്കാൻ കയറുമ്പോ ഫസ്റ്റ് ചെയ്യാ ഒരെണ്ണം പറിക്കുക, അത് കടിച്ചു പിടിച്ചോണ്ടായിരിക്കും നനക്കുക. അങ്ങനെ അതെ, അതൊരു സുഖം. തന്നെ വിളവ് തിന്നും. അതെ.
ഇതെന്ത് ഇത് സീതപ്പഴം. അത് സീതപ്പഴമാണ്. കുറച്ച് നാളായ പ്ലാന്റ്, ഇപ്പൊ ഒരു 7 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടൈം കഴിഞ്ഞു. കാരണം ഇവര് പോട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ആയുസ് കുറവാ. നമ്മൾ മണ്ണിൽ നടുന്ന പോലെ അത്ര വർഷങ്ങൾ ഇവര് നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരുവിധം ഇനിയിപ്പോ കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ കുറച്ച് ആൾ കൂടി ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കും. ഇത് അബിയു ആണ്. അബിയുവിന്റെ വലിയ പ്ലാന്റ് ഒരെണ്ണം അപ്പുറത്തുണ്ട്. അപ്പൊ ഇത് അതിൽ ചെറുതായിട്ട് പൂട്ട് തുടങ്ങി. ഇത് ആവുന്നേ ഉള്ളൂ. ഇത് എത്ര കാലായി? ഇതിപ്പോ ഞാന് അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ ബർത്ത്ഡേ ഡേറ്റുകളിൽ ഞാനൊരു തൈ വെക്കാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെച്ച തൈയാണിത്. ഏതോ ദിവസം? ഡിസംബർ 17 ബർത്ത്ഡേ. അപ്പൊ എല്ലാ ബർത്ത്ഡേക്കും ഒരു മരത്തൈ നടാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെക്കാൻ വേണ്ടി പുള്ളി വാങ്ങിച്ചിട്ട് വന്നത് ഇടപ്പള്ളി ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് വെച്ചത്. അത് തായ്ലൻഡ് മധുര. ഇത് നന്നായി മധുരം വെക്കും. ഇത് നല്ല മധുരം ഉണ്ടാവും. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. പിന്നെ സപ്പോട്ട ഒരു 3-4 എണ്ണം ഉണ്ട്. അതിലിപ്പോ 3 എണ്ണം ഇപ്പൊ ഇതിലൊക്കെ പൂ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഫുള്ള് നിറച്ച് കായ്ക്കും. അതിൽ നിറയെ കായ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറെ എടുത്തതിന് ശേഷം കുറച്ചേ ഉള്ളൂ അതില്. വെരിഗേറ്റഡ് പേര. അതും ഒരു ചെറിയ പോട്ടിൽ നിന്ന് അത് ഒരു വളർച്ച നിൽക്കായിരുന്നു. ഇപ്പൊ ഞാൻ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ആയി വരണം ഇനി അതൊന്ന്. അപ്പൊ അതിലും ഫസ്റ്റ് ടൈം കാഴ്ചയാണ്. പേരക്കയും ഇങ്ങനെ ഒരു 2 ഷെയ്ഡിലാണ് വരിക. മിറാക്കിൾ ഫ്രൂട്ട് അതും ഈ പറഞ്ഞ പോലെ കൊച്ചു പോട്ടിൽ നിൽക്കായിരുന്നു. അപ്പൊ അതിപ്പോ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അത്ര വലിയ പ്ലാന്റ് ആവില്ല, ഒരു ബുഷിയായിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇത് കഴിച്ചിട്ട്, പഴുത്ത ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ നല്ല മധുരമായിരിക്കും.